ഹായ് ഓൾ, ഞാൻ നിങ്ങളുടെ ആര്യ മിസ്സാണ്. LB അക്കാഡമി ഓൺലൈൻ ക്ലാസ്സിൽ ഫിസിക്സ് സബ്ജക്റ്റാണ് എടുക്കുന്നത്. 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷനൊക്കെ നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ വേഗം തന്നെ SSLC, +2, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ഗ്രൂപ്പുകൾക്കൊക്കെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഒട്ടും ടൈമില്ല. നമുക്ക് റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ഒരാഴ്ചയും കൂടെ നമ്മൾ ഫുൾ ചാപ്റ്റർ എന്ത് ചെയ്യണം, പഠിച്ച് തീർക്കേണ്ടതാണ്. ഇനിയിപ്പോൾ പഠിച്ച് തീരാത്തവരാണെങ്കിലും ഈ ഒരാഴ്ചയും കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയും തുടങ്ങാത്തവരെന്താ ചെയ്യുക, ഇനി ഒട്ടും താമസിക്കാതെ തന്നെ ഉടനെ തന്നെ റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ 2 പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1, പാർട്ട് 2. ഇന്ന് നമ്മൾ പാർട്ട് 1 സെക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസും മാർക്സും ആണ് കൊടുത്തിരിക്കുന്നത്. പാർട്ട് 1-ൽ, അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ MCQs മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. 1 തൊട്ട് 16 വരെയുള്ളത് MCQ ആണ്, പക്ഷേ എന്താണ് 1 മാർക്കേ ഉള്ളൂ. ഇനി 17 തൊട്ട് 28 വരെയുള്ളതാണെങ്കിലോ MCQs തന്നെ, പക്ഷേ 2 മാർക്ക് ഉണ്ട്. ബാക്കി പാർട്ട് 2-ലാണ് നമ്മൾ വെരി ഷോർട്ട് ആൻസറും ഷോർട്ട് ആൻസർ ആൻഡ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് 1 തൊട്ട് 28 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സെക്ഷൻ എയ്ക്കകത്ത് വരുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച്, കീപ്പിംഗ് ഓൾ അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റൻറ്റ് ഇഫ് വി ഡബിൾ ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻ എ കോയിൽ ഇറ്റ്സ് സെൽഫ് ഇൻഡക്റ്റൻസ് വിൽ ബി. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്, എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെന്താണ്, നമ്മൾ എന്താണ് ഡബിൾ ചെയ്യുന്നത്, എന്താണ് ഡബിൾ ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്ത്, അതായത് ഒരു കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്ത് ആണ് നമ്മൾ ഡബിൾ ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന സെൽഫ് ഇൻഡക്റ്റൻസ് എത്ര മടങ്ങായിരിക്കും, അതായത് ഹാഫ് ആണോ, ഡബിൾ ആണോ, 4 ടൈംസ് ആണോ, 8 ടൈംസ് ആണോ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളോട് ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ചോദിച്ചിരിക്കുന്നത് കോയിലിൻ്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. കോയിലാണെങ്കിലും ഇൻ കേസ് സോളിനോയിഡ് ആണ് നമ്മളോട് ചോദിക്കുന്നതെന്ന് ഇരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ കോയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മളൊരു സോളിനോയിഡ് ആണ് ചോദിക്കുന്നതെങ്കിലും സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന L എങ്ങനെയായിരിക്കും, L പ്രൊപ്പോർഷണൽ ടു n², അതായത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്ത് എന്ന് പറയുന്നതിനോട് എന്തായിരിക്കും, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയി, അതിൻ്റെ സ്ക്വയറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആര്, സെൽഫ് ഇൻഡക്റ്റൻസ്. ഒന്നുകൂടെ പറയാം, ക്വസ്റ്റ്യനിൽ കോയിലാണ് ചോദിച്ചിരിക്കുന്നത്. കോയിലാണെങ്കിലും സോളിനോയിഡ് ആണെങ്കിലും, അതായത് സോളിനോയിഡ് ആണ് ഇനി ചോദിക്കുന്നതെങ്കിലും സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു n². n എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ L പ്രൊപ്പോർഷണൽ ടു n². ഇത് നമുക്കറിയാമെങ്കിൽ പിന്നെ എന്താണ്, ക്വസ്റ്റ്യൻ ഡബിൾ ചെയ്യുക, ഈ n എന്ന് പറയുന്നത് ഡബിൾ ആക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി എഴുതാണ്, L പ്രൊപ്പോർഷൻ n എന്ന് പറഞ്ഞാൽ ഡബിളായി 2n ദ ഹോൾ സ്ക്വയർ വന്നു. അപ്പോൾ എന്താണ് വ്യത്യാസം, L പ്രൊപ്പോർഷണൽ ടു 4n². ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ വന്നിരിക്കുന്ന ആരാണ്, 4 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്, ആൻസർ എന്ന് പറയുന്നത് 4 ടൈംസ് ആണ് വരിക. അതായത് നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് അറിയാതിരിക്കണം. ഓക്കെ, ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ നോക്കുക, ഇക്വേഷൻസ് ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെക്കുക, ക്വസ്റ്റ്യൻ നല്ല വ്യക്തമായിട്ട് തന്നെ വായിക്കുക. വായിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഫസ്റ്റ് ടൈം വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വായിക്കുക, ഒരു 2-3 ടൈംസ് വായിക്കുക. എന്നിട്ട് എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക. അതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് ഡെറിവേഷൻ പഠിക്കണം. അതുപോലെ തന്നെ ഫൈനലായിട്ടുള്ള ഇക്വേഷൻസ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമുക്ക് അറിയാതിരിക്കണം. ഓക്കെ, ഇത് ഞാൻ എക്സ്ട്രാ ഇട്ടുന്നേ ഉള്ളൂ. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് വന്നാലും ഇട്ടുന്നേ ഉള്ളൂ. സോളിനോയിഡ് വന്നാലും കോയിൽ വന്നാലും എന്താണ്, L പ്രൊപ്പോർഷണൽ ടു n² ആണ്. ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 ടൈംസിന് ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എത്രയാണ്, ഓപ്ഷൻ സി ആണ്, 4 ടൈംസിന് ആൻസർ വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എ തിൻ പ്രിസം ഹാസ് എ പ്രിസം ആംഗിൾ ഓഫ് 5 ഡിഗ്രി. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, പ്രിസം ആംഗിൾ ആണ് 5 ഡിഗ്രി തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ മെറ്റീരിയൽ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് 1.5. ഇനി എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ എ പ്രിസം ഈസ് ഡീവിയേറ്റഡ് ബൈ ആൻ ആംഗിൾ. അപ്പം ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് വീണു, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് ഏതൊക്കെയാണ്? ഒന്ന് 5 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അല്ലേ? പിന്നെന്താണ്? 5 ഡിഗ്രി ഉണ്ട്, 1.5 ഉണ്ട്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് നമ്മൾ ആദ്യം എടുത്തെഴുതണം. അതിനുശേഷം നമുക്ക് എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഇക്വേഷൻസ് നമുക്ക് എടുത്തെഴുതിയതിന് ശേഷം ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് വീഴുമ്പോൾ, പ്രിസത്തിൽ വന്ന് വീഴുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്തുമാത്രം ആംഗിളിലാണ് ഡീവിയേറ്റ് ചെയ്തത്, അതാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു എ. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. എന്നിന് n ഈസ് ഈക്വൽ ടു 1.5 ആണ്. ഓക്കെ, 1.5 ഡിഗ്രിയാണ്. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n എന്ന് പറയുന്നത്. ഇനി എ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിസം ആംഗിളാണ് എ എന്ന് പറഞ്ഞാൽ. അത് എത്രയാണ്? 5 ഡിഗ്രി. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2.5 ഡിഗ്രി ആയിരിക്കും. ഇനി ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കിയേ. ഓപ്ഷനിലുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എ തന്നെയാണ്. അപ്പോൾ 2.5 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ വായിക്കുക, ഒന്ന് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ഓക്കെ, നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം. അതായത് വർക്ക് വിത്ത് പെൻ ആൻഡ് പേപ്പർ എന്നാണ്. നമ്മൾ പേനയും പേപ്പറും ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. ചെയ്തിട്ട് കിട്ടുന്നില്ല, വീണ്ടും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ചെയ്ത് തന്നെ ഒരു 2-3 പ്രാവശ്യം എഴുതി പഠിച്ചാലൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം. ഇതുപോലത്തെ ഒക്കെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ വേറൊരു രീതി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. അപ്പം ടെക്സ്റ്റ് ബുക്കിലെ അതേ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കരുത്. കുറച്ച് മാറ്റമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ. അപ്പം ഇതൊക്കെ ഒന്ന് നോക്കി പോവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എ ഗ്യാസ് അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് ഈസ് വി. 27 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ വി എന്ന് നമുക്ക് തന്നിരിക്കുകയാണ്. അടുത്ത എന്താണ്? ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എ ഗ്യാസ് അറ്റ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 327 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്പീഡ് ഓഫ് സൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കുറച്ച് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ച് നോക്കാം. The speed of sound in a gas is proportional to the square root of the absolute temperature. അപ്പോൾ സ്പീഡ് ഓഫ് സൗണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പ്രൊപ്പോർഷണൽ ആണ്. എങ്ങനെ? സ്ക്വയർ റൂട്ട് ഓഫ് ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ. ഇതാണ് നമുക്ക് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത്. ഇനി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഏതിലായിരിക്കും? കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കെൽവിനിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയാണ്? ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നത്. പക്ഷേ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് കെൽവിനിൽ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന സെൽഷ്യസിനെ കൺവേർട്ട് ദ സെൽഷ്യസ് ടു കെൽവിൻ. നമുക്ക് തന്നിരിക്കുന്ന സെൽഷ്യസിലാണ്, അതിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? കെൽവിനായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കെൽവിനായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു 273.15 നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതിൽ ഞാൻ ചെയ്ത് ആണ് എടുത്തിട്ടിരിക്കുന്നത്. ഇനി ആദ്യം കൺവേർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൺവേർട്ട് സെൽഷ്യസ് ടു കെൽവിൻ. സെൽഷ്യസിനെ എന്താക്കി മാറ്റി? കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ഡിഗ്രി സെൽഷ്യസ് 27 ഡിഗ്രിയാണ്. അതിന് നമ്മൾ കെൽവിനിലേക്ക് മാറ്റണമെങ്കിൽ 27 + 273.15 ചെയ്തു. അപ്പോൾ നമുക്ക് T1 എന്ന് പറയുന്ന ഒരു റിസൾട്ട് കിട്ടി. അടുത്ത് നമ്മൾ T2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 327ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? 273.15 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 600.15 കെൽവിൻ കിട്ടി. ഇതെന്തിനാണ് നമ്മൾ കെൽവിനിലേക്ക് മാറ്റിയത്? ഈ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? കെൽവിനിലാണ് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്തിലേക്ക് മാറ്റിയത്? ഡിഗ്രി സെൽഷ്യസിൽ തന്നിരിക്കുന്നതിനെ നമ്മൾ എന്താക്കി? കെൽവിനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. സ്പീഡ് ഓഫ് സൗണ്ട്, നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്താണ്? സ്പീഡ് ഓഫ് സൗണ്ട് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അല്ലേ? അപ്പോൾ സ്പീഡ് ഓഫ് സൗണ്ട് എങ്ങനെയാണ്? വി എന്ന് ഫസ്റ്റ് നമ്മൾ V1 എന്ന് എടുക്കുകയാണെങ്കിൽ പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചറിനെ T1 എടുത്തു. ഇനി V2ൻ്റെ കേസാണ് എടുക്കുന്നതെങ്കിലോ V2 പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് T2. ഇതിനെ നമ്മൾ V1/V2 എന്നൊരു റേഷ്യോയുടെ ഫോമിൽ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റാസ് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. V1ഉം V2ഉം 300ഉം 600ഉം ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിന് നമുക്കിപ്പോൾ കാൽക്കുലേറ്റർ ഇല്ല. നമുക്ക് അല്ലാതെ നമുക്ക് ഈ 300 / 600 എന്നൊക്കെ ഡിവൈഡ് ചെയ്യാൻ എന്താണ്? കുറച്ച് പാടാണല്ലേ? അപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്യാൻ പാട് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ എങ്ങനെയെങ്കിലും റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട്
നമുക്ക് ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് V2 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സ്പീഡ് ഓഫ് 327 ഡിഗ്രി സെൽഷ്യസിലുള്ള ആ സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ V2ൻ്റെ ടൈംസിൽ എഴുതി. V2നെ നമ്മൾ എഴുതിയപ്പോൾ എന്തായി? V ഇൻറ്റു നേരെ എന്ത് ചെയ്തു? ഈ റൈറ്റ് സൈഡ് കിടക്കുന്ന പാർട്ട് എന്ത് ചെയ്തു? റിവേഴ്സ് ആയിട്ടാണ് നമ്മൾ വരുന്നത്. അതായത് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ V1 ബൈ V2 എന്ന് തന്നെ എഴുതുവാണ് ഈക്വൽ ടു റൂട്ട് ഓഫ് T1 ഇങ്ങനെ എഴുതുവാണ്. റൂട്ട് ഓഫ് T1 ബൈ റൂട്ട് ഓഫ് T2. ഇതിനെ ഞാൻ റീഅറേഞ്ച് ചെയ്ത് V2ൻ്റെ ഫോമിലേക്ക് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്? V2 ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് ഓഫ് T2 അല്ലേ? റൂട്ട് ഓഫ് T2 ഇൻറ്റു V1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് T1. ഓക്കെ, അതായത് ജസ്റ്റ് റീഅറേഞ്ച് മാത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പോയിന്റ് കൺഫ്യൂസിങ് ആണെങ്കിൽ ഞാൻ എഴുതിയാൽ നോക്കുക. V1 ബൈ V2 എന്ന് തന്നെ എഴുതി. റൂട്ട് ഓഫ് T1 ബൈ റൂട്ട് ഓഫ് T2. ഇനി നമുക്ക് V2 ആണ് വേണ്ടത്. അപ്പോൾ V2നെ എങ്ങനെ എഴുതണം? V2നെ നമ്മൾ ഒരു സൈഡിൽ നിർത്തിയിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? V2നെ ലെഫ്റ്റ് സൈഡിൽ കീപ്പ് ചെയ്യുക. ദെൻ ബാക്കി ടേംസ് എല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പം റൂട്ട് ഓഫ് T2 ഇൻറ്റു V1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് T1. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മളൊന്ന് അതിൻ്റെ അത് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ്. ഇപ്പം 0.15 എന്ന് നമ്മൾ ചെറിയ വാല്യൂസ് ആണ് അല്ലേ? അപ്പോൾ കൺസിഡർ ചെയ്യണമെന്നില്ല. 600 ബൈ 300നെ നമുക്ക് എന്തായിട്ട് എടുക്കാം? റൂട്ട് 2 എന്ന് എടുക്കാം. അതുകൊണ്ടാണ് എങ്ങനെ വന്നത്? V2 ഈക്വൽ ടു V ഇൻറ്റു റൂട്ട് 2 എന്ന് വന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഓപ്ഷൻ ഉണ്ടല്ലേ? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. റൂട്ട് 2 ഇൻറ്റു V. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ച് നോക്കുക. പോയിൻറ്റ്സ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസിലാണ്. നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അത് എപ്പോഴും ഓർക്കുക. കാരണം എന്താണ്? ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എ ഗ്യാസ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ആൻ ഐഡിയൽ ബാറ്ററി ഓഫ് 10 വോൾട്ട് ഈസ് കണക്റ്റഡ് അക്രോസ് എ റെസിസ്റ്റർ ഓഫ് 5 ഓം. അപ്പം നമുക്ക് വോൾട്ടേജും തന്നിട്ടുണ്ട്, പിന്നെ എന്താണ്? റെസിസ്റ്ററും തന്നിട്ടുണ്ട്. വോൾട്ടേജ് എത്രയാണ്? വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 10 വോൾട്ട്. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ഓം. ഓക്കെ, നമുക്ക് 2 ഡാറ്റ കിട്ടി. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഹീറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴുള്ളത്? 3 സെക്കൻഡ് ഇൻ എ സർക്യൂട്ട് 3 സെക്കൻഡ്. അപ്പോൾ ടൈം തന്നിട്ടുണ്ട് 3 സെക്കൻഡിൽ. അപ്പം നമുക്ക് ഹീറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് കുറച്ചിട്ടിരിക്കുന്ന ഹീറ്റിൻ്റെ ഇക്വേഷൻസ് ആണ് ഞാനിപ്പോൾ സർക്കിൾ ചെയ്യുന്നത്. ഇതെല്ലാം ഹീറ്റിൻ്റെ ഇക്വേഷൻസ് ആണ്. H ഇസ് ഈക്വൽ ടു V ഇൻറ്റു, അതായത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം. H ഇസ് ഈക്വൽ ടു I സ്ക്വയർഡ് RT. H ഇസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ R ഇൻറ്റു T. ഇതിൻ്റെ അകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് നമ്മൾ ആദ്യം എടുത്ത് എഴുതണം അല്ലേ? ഏതൊരു പ്രോബ്ലം വന്നാലും നമ്മുടെ ഡേറ്റാസ് എടുത്ത് എഴുതുക. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റാസ് ഏതൊക്കെയാണ്? വോൾട്ടേജ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, ടൈം ഉണ്ട്. അപ്പോൾ ഈ 3 വാല്യൂസും ഉള്ള ഇക്വേഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഇക്വേഷൻ H ഇസ് ഈക്വൽ ടു VIT. അതിൻ്റെ അകത്ത് കറണ്ട് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ കറണ്ട് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ഇക്വേഷൻ അല്ല നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അടുത്ത് നമ്മൾ ഏതിലേക്ക് വേണം? H ഇസ് ഈക്വൽ ടു I സ്ക്വയർഡ് ആയിട്ട്. അതിൻ്റെ അകത്തും കറണ്ട് ഇല്ല. അത് നമ്മൾ ആ ഇക്വേഷൻ നമ്മൾ എടുത്തില്ല. അടുത്ത ഇക്വേഷൻ നോക്കിയാൽ തേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ H ഇസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ R ഇൻറ്റു T. അതിൻ്റെ അകത്ത് വോൾട്ടേജ് ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്, പിന്നെ എന്താണ്? ടൈമും ഉണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് നോക്കാം. H ഇസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ R. V സ്ക്വയർ നമുക്ക് 10 ഇൻറ്റു 10 അല്ലേ? 10 അല്ലേ V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്. ഓക്കെ, V സ്ക്വയർ ബൈ R എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇൻറ്റു എത്രയാണ്? ടൈം എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ് അല്ലേ? ഓക്കെ, അപ്പോൾ 10 ഇൻറ്റു 10, 10നെയും 5നെയും ഞാൻ ക്യാൻസൽ ചെയ്തു. മുകളിൽ 2 കൊടുത്തു. അപ്പോൾ 10 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് വന്നു. അപ്പോൾ എത്രയാണ് ആൻസർ? 60 ജൂൾ. ജൂൾ എന്താണ്? യൂണിറ്റ് ഓഫ് ഹീറ്റ് ആണ് ജൂൾ. അപ്പം യൂണിറ്റ് മസ്റ്റ് ആണ്. നോക്കുക, ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ചെയ്ത് നോക്കണം കേട്ടോ. പ്രോബ്ലംസ് 1 മാർക്കേ ഉള്ളൂ, പക്ഷേ നമ്മളിത് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കിതിൻ്റെ ആൻസർ കിട്ടുള്ളൂ.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആൻ എയർ കോർഡ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാവിങ് കപ്പാസിറ്റൻസ് C0. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? C0 ആണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഈസ് ചാർജ്ഡ് ടു എ പൊട്ടൻഷ്യൽ V0. അപ്പോൾ അത് ചാർജ് ചെയ്തു, അപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? V0. ഈസ് ചാർജ്ഡ് ടു എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V0 ബൈ എ ബാറ്ററി ഉപയോഗിച്ചാണ്. ദ ബാറ്ററി ഈസ് ഡിസ്കണക്റ്റഡ്. ബാറ്ററി എന്നിട്ട് എന്ത് ചെയ്തു? ഡിസ്കണക്ട് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തേ? ആൻഡ് എ ഡൈഇലക്ട്രിക് സ്ലാബ് ഓഫ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി εr ഫിൽസ് ദ സ്പേസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്. അതായത് രണ്ട് പ്ലേറ്റുകൾ, അതായത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ആ പ്ലേറ്റുകളുടെ ഇടയ്ക്ക് ബാറ്ററി ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡൈഇലക്ട്രിക് സ്ലാബിനെ കൊണ്ട് ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്നത് നാല് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഓപ്ഷൻസ് നോക്കുക. ചാർജ് ഓൺ ദ പ്ലേറ്റ് ബിക്കംസ് εr ടൈംസ് ദ ഇനിഷ്യൽ വാല്യൂ. അപ്പോൾ നമുക്ക് ആദ്യം ചാർജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ച് തന്നിട്ടുണ്ട്, കപ്പാസിറ്റൻസ്. അങ്ങനെ 4 ടേംസിനെ കുറിച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതെല്ലാം എന്താണ്? εr ടൈംസ് ദ ഇനിഷ്യൽ ചാർജ്, εr ടൈംസ് ദ ഇനിഷ്യൽ ഫീൽഡ്, εr V0. അതായത് എല്ലാം ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ താഴെ കുറച്ചൊരു പോയിന്റ്സ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കി. വെൻ എ ഡൈഇലക്ട്രിക് സ്ലാബ് ഈസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ദ പ്ലേസ് ഓഫ് എ ചാർജ്ഡ് കപ്പാസിറ്റർ. ചാർജിലിരിക്കുന്ന കപ്പാസിറ്ററിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഒരു ഡൈഇലക്ട്രിക് സ്ലാബിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ എന്താ മാറ്റം വരുന്നത്? കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആണോ? കപ്പാസിറ്റൻസ് അവിടെ കൂടും. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു, സ്റ്റോർഡ് എനർജി കുറഞ്ഞു. ഇനി ചാർജ് ഓൺ ദ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിമെയിൻ സെയിം ആയിരിക്കും. ക്ലിയർ ആണോ? ഒന്നുകൂടെ നോക്കി. കപ്പാസിറ്റൻസ് മാത്രമാണ് അവിടെ കുറഞ്ഞത്. ബാക്കി എല്ലാ ടേംസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് ഫീൽഡ്, എനർജി സ്റ്റോർഡ്, ഇതെല്ലാം എന്ത് ചെയ്തു? ഇതെല്ലാം കുറയാണ്. കപ്പാസിറ്റൻസ് മാത്രം കൂടി. ഒന്ന് മാറിപ്പോയി കേട്ടോ. കപ്പാസിറ്റൻസ് മാത്രമാണ് എന്ത് ചെയ്തത്? കൂടിയത്. ബാക്കി എല്ലാ ടേംസ് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് ഫീൽഡ്, സ്റ്റോർഡ് എനർജി, ഇതെല്ലാം എന്ത് ചെയ്തു? കുറഞ്ഞു. ബാക്കി 3 ടേംസും കുറഞ്ഞു. പിന്നെ സെയിം ആയിട്ട് നിൽക്കുന്നത് ആ പ്ലേറ്റുകളിലുള്ള ചാർജാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റല്ലേ? ചാർജ് ഓൺ ദ പ്ലേറ്റ്സ് ബിക്കംസ് εr ടൈംസ് ദ ഇനിഷ്യൽ ചാർജ്. അല്ല, റിമെയിൻ സെയിം ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് എന്താ ചെയ്തത്? ഇവിടെ ഓപ്ഷനിൽ കൂടിയിരിക്കുന്നതാണ്, പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും തെറ്റാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസും ഓപ്ഷനിൽ തന്നിരിക്കുന്നത് εr V0 ആവുന്നതാണ്, പക്ഷേ അതെന്താണ്? തെറ്റാണ്, കുറയുകയാണ് ചെയ്യുന്നത്. കപ്പാസിറ്റൻസ് മാത്രം എന്ത് ചെയ്തു? ബിക്കംസ് εr C0. കപ്പാസിറ്റൻസ് ആണ് ഈ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് നമുക്ക് ഇൻക്രീസ് ചെയ്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ ബിക്കംസ് εr C0. ഈ εrന് പകരം നമുക്ക് കെ, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെ എന്ന് കൊടുത്താലും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. εr തന്നെ വരണമെന്നില്ല, കെ എന്ന് കൊടുക്കുന്ന കേസുണ്ട്. അപ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ ബിക്കംസ് എങ്ങനെയായിരിക്കും? കെ ടൈംസ് C0 ഇങ്ങനെയും വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ്. നമുക്കപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 2 മീറ്റർ ഫ്രം ദ പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 5 മൈക്രോ കൂളമ്പാണ്. ഓക്കെ, നമുക്ക് പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. പോയിന്റ് ചാർജ് തന്നിട്ടുണ്ട്. എത്രയാണ് പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ? 5 മൈക്രോ കൂളമ്പാണ്. 5 മൈക്രോ കൂളമ്പാണ് പോയിന്റ് ചാർജ്. ഡിസ്റ്റൻസ് 2 മീറ്റർ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് കണ്ടുപിടിക്കണം. K × Q/R. ഓക്കെ, ഈ ഇക്വേഷൻസ് എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇക്വേഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കേണ്ടതാണ്. ഡെറിവേഷനും പഠിക്കണം. ഡെറിവേഷൻ ചിലപ്പോൾ ചോദിക്കാം. പക്ഷേ ഇതുപോലത്തെ MCQ നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ പോലും ഇതുപോലത്തെ ഇക്വേഷൻസ്, ഫൈനൽ ഇക്വേഷൻസ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് മാറിപ്പോകാതെ തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ആണ്. വി എന്ന് പറഞ്ഞാൽ എന്താണ്? V = K × Q/R. ഇതിൻ്റെ അകത്ത് കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. 9 × 10⁹ ആണ്. അത് നമ്മൾ പഠിച്ചു വെക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, 9 × 10⁹. ഇനി Q നമുക്ക് അറിയാൻ തന്നിട്ടുണ്ട്. 5 ×
10⁻⁻6. ഓക്കെ. ഇതിൻ്റെ അത് നമുക്ക് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് 5 മൈക്രോ കൂളംബ് എന്ന് അല്ലേ. അതുകൊണ്ടാണ് 5 ഇൻറ്റു എന്ത് ചെയ്തത് 5 ഇൻറ്റു 10⁻⁻6 എന്ന് എടുത്തത്. ഇനി ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 2 മീറ്റർ. ഡയറക്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റർ ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ ഇതുപോലത്തെ റിവിഷൻ ചെയ്യുമ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഈ പവർ 10⁻⁹ ഇപ്പോൾ ഇവിടെ കണ്ടോ 10⁻⁹ പവറുണ്ട്, അതുപോലെ 10⁻⁻6ൻ്റെ പവറുണ്ട്. അതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്കൊരു ആൻസർ കിട്ടും. പിന്നെ അത് താഴെ കിടക്കുന്ന ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന 2 ആണ്. അത് വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മൾ ചെയ്ത് തന്നെ നോക്കുക കേട്ടോ. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യരുത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് എത്രയായിരിക്കും ആൻസർ വരുന്നത് 22.5 എന്നായിരിക്കും. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 മീറ്റർ ഫ്രം എ 5 കൂളം പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 22.5 കിലോ വോൾട്ട് ആയിരിക്കും. ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് പറഞ്ഞാൽ 1.5. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് എന്താ സംഭവിച്ചത്? ഒരെണ്ണത്തിൻ്റെ തന്നിട്ടുണ്ട്, നേരെ തിരിച്ച് ചോദിച്ചിരിക്കുകയാണ് അല്ലേ. ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ 1.5 ആണെങ്കിൽ എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിമ്പിളാണ്. 1.5 ആണ്. 1/1.5 ചെയ്താൽ മതി. ഓക്കെ. ഈ 1/1.5 ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. പക്ഷെ നമ്മൾ ഓപ്ഷൻ നോക്കി, ഓപ്ഷൻ തന്നിരിക്കുന്ന ഒരു ഫ്രാക്ഷണൽ ഫോമിൻ്റെ രൂപത്തിലാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1/1.5 അല്ലേ. 1.5 എന്ന് പറഞ്ഞാൽ എന്താ? 1.5. അതിനെ ഞാൻ വേറൊരു രീതിയിൽ എഴുതുവാണ്. 1/3/2 ഇങ്ങനെ എഴുതിക്കൂടെ? കാൽക്കുലേറ്റർ ഇല്ല. അപ്പം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഗുണിക്കാതെയും ഹരിക്കാതെയൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ 1/1.5 ആയിരുന്നു പോയിന്റ് ഉണ്ട് വേണ്ടത്. അപ്പോൾ ഈ 1.5നെ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. എങ്ങനെ എഴുതി? 1/3/2 എന്ന് എഴുതി. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ 2 എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. അപ്പോൾ എന്തായി? 2/3 ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കി ഓപ്ഷനിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നോ? ഉണ്ടല്ലേ. 3/2 ഉണ്ട്. 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. അതെന്താണേലും അല്ല. പിന്നെ 2/3 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഓപ്ഷൻ ബി കിടപ്പുണ്ട്, ബാക്കിയൊന്നുമല്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. 1.5നെ ഞാൻ എന്താക്കി? 3/2 എന്നാക്കി. എന്നിട്ട് 3/2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി? ആ 2 മുകളിലേക്ക് പോയി. ഓക്കെ. ഒന്നുകൂടി ഞാൻ വേറെ രീതിയിൽ എഴുതി കാണിക്കാം. 1/3/2 ഇതിനെ എങ്ങനെ എഴുതുന്നത്? ഈക്വൽ ടു 1/3/2 ഇങ്ങനെയല്ലേ എഴുതുന്നത്. ഇനി ഈ ഡിവിഷൻ ഫോം മാറ്റാൻ വേണ്ടി 1 ഇൻറ്റു 2/3 എന്നാക്കി. അപ്പോൾ ക്ലിയർ ആണോ? 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 ആണ്, ബൈ 3 ഇങ്ങനെയാണ് 2/3 എന്നുള്ള ആൻസർ കിട്ടുന്നത്. ഓക്കെ. 2/3 എന്ന് പറഞ്ഞാൽ 0.67 റേഞ്ചാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ചിലപ്പോൾ പോയിന്റ് ഇട്ടൊക്കെ തരാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8th ക്വസ്റ്റ്യൻ ആണ്. ദ മിനിമം പവർ ഡെസിപ്പേറ്റഡ് അക്രോസ് എ സിലിക്കൺ ഡയോഡ് ക്യാരിയിങ് എ കറണ്ട് ഓഫ് 50 milliamps. അപ്പോൾ സിലിക്കൺ ഡയോഡിൻ്റെ കേസാണ്. കറണ്ട് തന്നിട്ടുണ്ട് അല്ലേ. ക്യാരിയിങ് എ കറണ്ട് 50 milliamps. ഈ 50 milliamps എന്ന് പറയുമ്പോൾ എന്താണ്? മില്ലി ആ ഒരു എമ്മിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 10⁻³ എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ കൊടുത്തു. അപ്പം 50 milliamps എഴുതുന്നതാണ് 50 ഇൻറ്റു 10⁻³ ആംപിയർ എന്ന് പറഞ്ഞത്. മിനിമം പവർ ഡെസിപ്പേറ്റഡ് ആണ് ചോദിച്ചത്. പവർ ഡെസിപ്പേറ്റഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. കറണ്ട് ഓൾറെഡി തന്നിട്ടുണ്ട്. വോൾട്ടേജ് എത്രയാണെന്ന് നമുക്കറിയാമോ? ഇത് നമ്മൾ സിലിക്കൺ ഡയോഡിൻ്റെ കേസ് ആയതുകൊണ്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് എത്രയായിരിക്കും? 0.7 വോൾട്ട് ആയിരിക്കും. ഇനി ജെർമേനി ആണെങ്കിലോ 0.3 ആയിരിക്കും. ഓക്കെ. അപ്പം പവർ ഡെസിപ്പേറ്റഡ് കണ്ടുപിടിക്കാൻ വേണ്ടി സിമ്പിളാണ് ഇക്വേഷൻ. പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്.
ഓക്കെ. അപ്പോൾ ഈ തന്നിരിക്കുന്ന പവറിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ വോൾട്ടേജിനെയും കറണ്ടിനെയും എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. യൂസ് ദ ഫോർമുല പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. വോൾട്ടേജിന് 0.7 എന്ന് കൊടുത്തു. കറണ്ടിന് 50 ഇൻറ്റു 10⁻³ എന്ന് കൊടുത്തു. സിമ്പിളാണ് അല്ലേ? 0.7 ഇൻറ്റു 50 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 35 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. ഈ 10⁻³ മാറ്റിയിട്ട് എന്താക്കി? മില്ലി എന്നൊരു ടേം കൊടുത്തു. അപ്പോൾ 35 മില്ലി വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ. ഓപ്ഷനിലുണ്ടോ നോക്കി? ഉണ്ടോ? ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 35.0 മില്ലി വോൾട്ട്. മില്ലി വാട്ട്. വോൾട്ട് അല്ല കേട്ടോ, മില്ലി വാട്ടാണ്. പവർ അല്ലേ, അപ്പം വാട്ടിലാണ് പറയുന്നത്. WATT ആണ്. ഓക്കെ. അപ്പോൾ സിമ്പിൾ ഇക്വേഷനാണ്. പവർ ഇസ് ഈക്വൽ ടു വി എന്നുള്ള ഇക്വേഷൻ്റെ അകത്ത് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും വാല്യൂ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് വോൾട്ടേജിൻ്റെ വാല്യൂ ഒന്നും ഇല്ല അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ വോൾട്ടേജ്? അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ക്ലാസ്സിൽ നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞാണ്. സിലിക്കൺ ഡയോഡിൻ്റെ എത്രയായിരിക്കും? 0.7 ആണ്. ജെർമേനിയത്തിൻ്റെ 0.3 ആണ്. നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞാണ്. അപ്പം അതൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. ക്വസ്റ്റിൻ്റെ അത് വോൾട്ടേജ് എന്നൊരു ടേമേ തന്നിട്ടില്ല, വോൾട്ടേജ് എടുത്ത് തന്നിട്ടില്ല. ഇതപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മെമ്മറിയിൽ നിന്ന് എടുത്ത് ഇടേണ്ടതാണ്. ഓക്കെ. അപ്പോൾ സിലിക്കൺ ഡയോഡ് എത്രയാണ്? 0.7. ജെർമനിയാണ് 0.3 ആയിരിക്കും. കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പവർ ഡിസിപ്പേറ്റഡ് കിട്ടും. നമുക്ക് 35.0 0.0 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, 35 മില്ലി വാട്ട് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫിനോമിന ഓഫ് ഇൻ്റർഫറൻസ് ഈസ് എക്സിബിറ്റഡ് ബൈ. ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ഫിനോമിന എക്സിബിറ്റ് ചെയ്യുന്നത് ഏത് വേവിലാണെന്നാണ്. ഓപ്ഷൻ എ ഒള്ളി ലൈറ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണോ, ട്രാൻസ്വേഴ്സ് വേവ് ആണോ, ഓൾ വേവ്സ് ആണ്. ഇതിന് ആൻസർ വരുന്നത് ഓൾ വേവ്സ് ആണ്. താഴെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻ്റർഫറൻസ് ഈസ് എ വേവ് ഫിനോമിന വെൻ 2 വേവ്സ്, അതായത് 2 വേവുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുക, അല്ല ഓവർലാപ്പ് ചെയ്യുക, എന്നിട്ട് പുതിയൊരു വേവ് ഉണ്ടാകുക. ഓക്കെ. അതാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അത് ഏത് വേവിന് വേണേലും സംഭവിക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഏതാണ്? ഓൾ വേവ്സ് ആണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ഇൻസിഡൻറ്റ് ഓൺ എ മെറ്റൽ സർഫസ് ഈസ് ഡബിൾഡ്. ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ, അതായത് ഒരു മെറ്റൽ സർഫസിലേക്ക് വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഡബിളായി. അപ്പോൾ അതിൻ്റെ അവിടെ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുമല്ലോ, അതിൻ്റെ കൈനറ്റിക് എനർജിക്ക് ഉണ്ടാകുന്ന വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതറിയണമെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജി ആരുമായിട്ട് എന്താണ് ഡിപ്പെൻഡ് ആണെന്ന് നമുക്ക് അറിയണം. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഫ്രീക്വൻസി, വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ എന്താണ്? അതുകൊണ്ട് ഇൻറ്റൻസിറ്റിക്ക് യാതൊരു മാറ്റവും ഇല്ല. ക്ലിയർ ആണോ? കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ്. വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് കൈനറ്റിക് എനർജി മാക്സ് എന്ന് പറഞ്ഞാൽ HF. H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. -5. 5 എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഫംഗ്ഷനാണ്. ഓക്കെ. അപ്പോൾ ഇൻറ്റൻസിറ്റി ആയിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. റിമൈൻസ് അൺചേഞ്ച്ഡ്. ആരാ അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്നത്? കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺസ് വിൽ എങ്ങനെയായിരിക്കും? റിമൈൻസ് അൺചേഞ്ച്ഡ്. കാരണം എന്താ? ഇൻറ്റൻസിറ്റിയാണ് ഇവിടെ കണക്റ്റഡ്. ഓക്കെ. അതിന് പകരം ഫ്രീക്വൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ മാറും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻറ്റൻസിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആര്? കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇൻറ്റൻസിറ്റി അല്ല. ഓക്കെ. ആ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് XAZ അണ്ടർഗോസ് എ നെഗറ്റീവ് ബീറ്റ ഡീകെ. ഇവിടെ നെഗറ്റീവ് ബീറ്റ ഡീകെ ആണ് തന്നിരിക്കുന്നത്. X എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു എലമെൻറ്റ്, Z എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് നമ്പർ, Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ആയിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ചേഞ്ച് ആണ് ഡോട്ടർ ന്യൂക്ലിയസ്. അതായത് ഇതിനൊരു നെഗറ്റീവ് ബീറ്റ ഡീകെ സംഭവിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ന്യൂക്ലിയസ് ഉണ്ടാവില്ല. അപ്പോൾ എക്സിനുണ്ടാകുന്ന വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ അതേപടി ആയിരിക്കും. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z+1 ആയിരിക്കും. ഓക്കെ. അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് 1 കൂടും. നെഗറ്റീവ് ഡീകെ സംഭവിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? അറ്റോമിക് നമ്പർ 1 കൂടും, പ്രോട്ടോൺ 1 കൂടും, അതിൻ്റെ ഫലമായിട്ട് അറ്റോമിക് നമ്പർ 1 കൂടും. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. നെഗറ്റീവ് ബീറ്റ ഡീകെ സംഭവിക്കുമ്പോൾ A എന്ന് പറഞ്ഞാൽ A തന്നെയായിട്ട് നിൽക്കും. Z എന്തായിട്ട് മാറും? Z+1 ആവും. ഓക്കെ. A എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് നമ്പറാണ്. മാറിപ്പോയത്.
എ അറ്റോമിക് നമ്പർ അല്ല, എ എന്ന് പറഞ്ഞാൽ മാസ് നമ്പറാണ്, ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റോമിക് നമ്പറാണ്. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ആംഗുലർ മൊമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോണിൻ്റെ. ആംഗുലർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ എത്രയാണ്, h/2π ആണ്. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. എന്താണ് ആംഗുലർ മൊമെൻറ്റം ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, h/2π. h എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇതൊക്കെ സിമ്പിളാണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എഡി കറൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ പീസ് ഓഫ് മെറ്റൽ വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ്. എഡി കറൻസ് ഉണ്ടാവും ഒരു പീസ് ഓഫ് മെറ്റലിൽ, അത് എവിടെ വെക്കുമ്പോഴാണെന്നാണ്. ഇതിൻ്റെ ഓപ്ഷൻസ് പറഞ്ഞാൽ കൺഫ്യൂസിങ് ആണ്. നോക്കിയേ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണോ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണോ എന്ന്, അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും എന്താണ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡ്. യൂണിഫോം എന്ന് പറയുന്ന ഒരു ടൈം അല്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ക്യാൻസൽ ചെയ്തു. ഇനി അടുത്ത് നോക്കിയാൽ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡിലാണോ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡാണോ. നമ്മൾ ഈ എഡി കറൻസ് ഒക്കെ പഠിച്ച എവിടെയായിരുന്നു പഠിച്ചത്, ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിലാണ് പഠിച്ചത്, അല്ലേ? മെഷീൻ്റെ പാർട്ടൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ എഡി കറൻറ്റിൻ്റെ കാര്യമൊക്കെ കൂടുതൽ പറഞ്ഞത്. അപ്പോൾ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്, ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. എഡി കറൻസ് ഒരു കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യും എപ്പോൾ, വെൻ ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്തെങ്കിലും ആ ഒരു കണ്ടക്ടറിൻ്റെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ കണ്ടക്ടർ, അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, എഡി കറൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, അത് എവിടെ വെക്കുമ്പോഴാണ്, ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ 14. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ക്യാരി എനർജി ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഇതിൽ ഡസ് നോട്ട് ക്യാരി എനർജിയെ ക്യാരി ചെയ്യാത്ത ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, സൗണ്ട് വേവ്, ട്രാൻസ്വേഴ്സ് വേവ്, ട്രാവലിംഗ് ഓൺ എ സ്ട്രിങ്, സ്റ്റേഷനറി വേവ്. ഇതിന് ആൻസർ ചെയ്യുന്നത് സ്റ്റേഷനറി വേവ് ആണ്. എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേഷനറി വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റാൻഡിങ് വേവ് തന്നെയാണ്. ഡസ് നോട്ട് ട്രാൻസ്ഫർ എനർജിയെ എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് സ്റ്റേഷനറി വേവ് ആണ്. ഈ MCQs നമുക്ക് അതുപോലെ തന്നെ നമുക്ക് അത്രയ്ക്ക് അറിയാമെങ്കിൽ മാത്രമേ, ആ ഒരു പോയിന്റ് നമുക്ക് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, 4 ഓപ്ഷൻസ്, 4ഉം വേവുകളാണ്, അല്ലേ? അപ്പോൾ നമുക്ക് വായിച്ച് നോക്കുമ്പോൾ എന്താണ്, അയ്യോ അതാണോ ഇതാണോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും നല്ല തറവായിട്ട് തന്നെ പഠിച്ചു പോവുക. ഇപ്പോൾ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ പോലും 1 മാർക്കേ ഉള്ളൂ ഇത്. എന്നാൽ പോലും എന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു 1 മാർക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, പഠിച്ച് നോക്കി പോവുക. പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് തന്നെ പഠിക്കുക, വെറുതെ ടൈം കളയരുത്. ഇനിയിപ്പോൾ കുറച്ച് സമയമേ നമുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ പഠിച്ച ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ഒരു ടൈമാണിത്. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ കൂടെ ചെയ്യുക. ഇപ്പോൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും എല്ലാം എന്ത് ചെയ്യുക, ഒന്ന് നോക്കിപ്പോവുക. ഓക്കെ, ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്, സ്റ്റേഷനറി വേവ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15. ദ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് ഓൾ ദ സ്റ്റേറ്റ് വേരിയബിൾ ചേഞ്ച് ഈസ് കോൾഡ്. എൻ്റെ ഓപ്ഷൻസ് വരുന്ന ഐസോതെർമൽ, ഐസോബാറിക്, ഐസോകോറിക് ആൻഡ് അഡൈബാറ്റിക്. എന്താണ് സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ, ആ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസ് അല്ല. അത് ഏതൊക്കെയാണ്, പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ഇൻറ്റേർണൽ എനർജി, അതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന അഡൈബാറ്റിക് പ്രോസസ്സാണ്. ഓക്കെ, അഡൈബാറ്റിക് ആണ്. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐസോകോർ, ഐസോബാർ എന്താണെന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. ഓക്കെ, ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. തെർമൽ മീൻസ് ടെമ്പറേച്ചർ. ബാർ എന്ന് പറഞ്ഞാൽ എന്താക്കുക, BA നമ്മൾ P, പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഐസോകോറിക് എന്ന് പറഞ്ഞാൽ എന്താക്കുക, വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ്. അഡൈബാറ്റിക് എന്ന് പറഞ്ഞാൽ നോ ഹീറ്റ് ഫ്ലോ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ യാതൊരുവിധ ഹീറ്റ് ഫ്ലോയും ഇല്ല, അതാണ് അഡൈബാറ്റിക്. ഇത് ഫീച്ചേഴ്സാണ്. ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് സ്ലൈഡ് ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക.
എന്താണെന്ന് പഠിച്ചു പോവുക. ആ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തെർമോഡൈനാമിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ പ്രോസസ്സുകളെല്ലാം. അപ്പോൾ അതെല്ലാം എന്താണെന്ന് പഠിച്ചോ. ഇതിൽ നിന്ന് നമുക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ വേണമെന്നില്ല. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ഏതാണ് കോൺസ്റ്റന്റ് അങ്ങനെയൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ്. ഇങ്ങനെ ഈസി ആയിട്ടുള്ളതൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ഏതായാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ഐസോബാർ എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ്. ഐസോകോറിക് മീൻസ് വോളിയം കോൺസ്റ്റന്റ്. അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ നോ ഹീറ്റ് ഫ്ലോ. ഓക്കെ, അപ്പോൾ ഒരു പക്ഷേ ഇതെന്ത് ചെയ്യാം, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ തെർമോഡൈനാമിക്സിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ എയിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനില്ല. എല്ലാ ചാപ്റ്റേഴ്സും എന്ത് ചെയ്യുക, പഠിച്ച് തന്നെ പോവുക. അതിനകത്തെ ഓരോ പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ലോ ഓഫ് തെർമോഡൈനാമിക്സ് വിച്ച് ഡിഫൈൻ ടെമ്പറേച്ചർ ഡിഫൈൻ ചെയ്യുന്ന ലോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ലോ ആയിരിക്കും? 0th ലോ ആണ്. അപ്പം ഓപ്ഷൻ എ ആയിരിക്കും അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17ാമത്തെ നമുക്കൊരു പാസേജ് തന്നിരിക്കുകയാണ്. റീഡ് ദ പാസേജ് എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാന്നാണ്. ഓക്കെ, പാസേജ് ഇതാണ്. ന്യൂക്ലിയർ എനർജി ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ ഫോംസ് ഓഫ് എനർജി ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഒബ്റ്റൈൻഡ് ബൈ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സം അതർ ഫോംസ് ഓഫ് എനർജി. ഓൺ ദ contrary, it is obtained by transformation of mass into energy. Hence, in nuclear reaction, law of conservation of mass and law of conservation of energy merge into single law of conservation of mass and energy. അപ്പോൾ നമുക്കൊരു പാരഗ്രാഫ് വന്നിരിക്കുക. അപ്പോൾ എന്താണെന്ന് മനസ്സിലായി? ഇത് എന്തിനെക്കുറിച്ചാണ്? ന്യൂക്ലിയർ എനർജിയെക്കുറിച്ചാണ്. ന്യൂക്ലിയർ എനർജി എന്താണെന്ന് പറയുന്നത്? ഡിഫറെൻറ്റ് ഫ്രം അതർ ഫോംസ്. മറ്റ് എനർജികളിൽ നിന്ന് കുറേ എനർജീസ് ഉണ്ടല്ലേ. ന്യൂക്ലിയർ എനർജി മാത്രമല്ല, ഹീറ്റ് എനർജി ഉണ്ട്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, അങ്ങനെ സൗണ്ട് എനർജി, അങ്ങനെ കുറേ എനർജീസ് ഉണ്ട്. അതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് എന്താണ്? ഈ ന്യൂക്ലിയർ റിയാക്ഷൻസിന് വേണ്ടിയിട്ട് ഒരു മാസ് എനർജി ലോ, സിംഗിൾ ലോ മേർജ് ചെയ്തു. ഏതൊക്കെ? കൺസർവേഷൻ ഓഫ് മാസും കൺസർവേഷൻ ഓഫ് എനർജിയും കൂടെ രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു സിംഗിൾ ലോ, ആ ലോയ്ക്ക് പറയുന്നവരാണ് കൺസർവേഷൻ ഓഫ് മാസ് എനർജി. ആർക്ക് വേണ്ടിയിട്ടാണ്? ന്യൂക്ലിയർ റിയാക്ഷൻ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പാരഗ്രാഫ്, ആ പാസേജ് ഒന്ന് വായിക്കുക. വായിച്ചതിന് ശേഷം താഴെ തന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് എനർജി? എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ് എഫിഷ്യൻറ്റ്. ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്ന കമ്പഷൻ, ഓപ്പറേഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തിക്കുന്നത് അല്ലേ. അപ്പം ലൈറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട്, അവിടെ ഹീറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുക, എന്നിട്ട് നമ്മൾ പെൻ സ്റ്റോക്ക് വഴി താഴേക്ക് വിട്ടിട്ട് ടർബൈൻ കറക്കി അങ്ങനെ ഉണ്ടാകുന്ന എനർജി ഹൈഡ്രോ ഇലക്ട്രിക്. ഹൈഡ്രോ മീൻസ് വാട്ടറാണ്. വാട്ടറിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക് പവറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി അടുത്ത ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫിഷൻ. ഇത് രണ്ടും എന്താണ്? ന്യൂക്ലിയർ പവേഴ്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ന്യൂക്ലിയർ എനർജിയെക്കുറിച്ചാണ്. അപ്പോൾ ന്യൂക്ലിയർ എനർജിയാണ് ഇവിടെ രണ്ടും റിലീസ് ചെയ്യുന്നത്. ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുമ്പോഴത്തെ വലിയൊരു ന്യൂക്ലിയസ് എന്താ ചെറിയ ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് ന്യൂക്ലിയസ്, അതായത് കമ്പൈനിങ് ലൈറ്റ് അറ്റോമിക് ന്യൂക്ലിയസ് ചേർന്നിട്ട് വലിയതാകുകയാണ് അല്ലേ. അതായത് സണ്ണിലും സ്റ്റാറിലും ഒക്കെ സംഭവിക്കുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? മോസ്റ്റ് എഫിഷ്യൻറ്റ് പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് എനർജി. ഈ 4 ഓപ്ഷൻസിൻ്റെ അകത്ത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ന്യൂക്ലിയർ ഫ്യൂഷനാണ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, സെപ്പറേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജി ആർ നോട്ട് അലൗഡഡ് ഇൻ കേസ് ഓഫ്. സെപ്പറേറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൻ്റെ അകത്ത് നമ്മൾ പാരഗ്രാഫ് വായിച്ചിട്ട് തന്നെ ഇങ്ങനത്തെ റീഡ് പാസേജ് വന്നു കഴിഞ്ഞാൽ അത് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യണം. കാരണം അതിൻ്റെ അകത്ത് ആ ഒരു ഹിൻ്റ് ഉണ്ട് അല്ലേ. ഈ ഒരു പാസേജിൻ്റെ അകത്ത് രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കിക്കേ. ഹെൻസ് തൊട്ട് ഇൻ ന്യൂക്ലിയർ റിയാക്ഷൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി മേർജ് ചെയ്തിട്ട് സിംഗിൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എനർജി എന്നാക്കി. ആരുടെ കാര്യമാണ്? ന്യൂക്ലിയർ റിയാക്ഷന് വേണ്ടിയിട്ട്, അതായത് ന്യൂക്ലിയർ എനർജിയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി, സെപ്പറേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് കൺസർവേഷൻ എനർജി ആർ നോട്ട് ഫോളോഡ് ഇൻ കേസ് ഓഫ്, അതായത് സെപ്പറേറ്റ് ആയിട്ട് അതിൽ ഫോളോ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മേർജ് ചെയ്തിട്ട് എന്താക്കി എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ഓഫ് മാസ് എനർജി ആക്കി. ആർക്ക് വേണ്ടിയിട്ട്?
ന്യൂക്ലിയർ എനർജിക്ക് വേണ്ടിയിട്ടല്ലേ. അതിന് സെപ്പറേറ്റ് ആയിട്ടല്ല ആ ഒരു ലോ ഓഫ് കൺസർവേഷൻ എടുത്തിരിക്കുന്നത്. മെർജ് ചെയ്തിട്ട് ഒറ്റ സിംഗിൾ ലോ ഓഫ് കൺസർവേഷൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? ന്യൂക്ലിയർ എനർജിയാണ് വരുന്നത്. ന്യൂക്ലിയർ എനർജി ആർ നോട്ട് ഫോളോഡ്. എന്ത് ഫോളോ ചെയ്യുന്നില്ലെന്നാ? സെപ്പറേറ്റ് ലോ ഫോളോ ചെയ്യുന്നില്ല. മെർജ് ചെയ്തിട്ട് എന്താക്കി? മെർജ് ചെയ്തിട്ട് ഒറ്റ ലോ ആക്കിയതാണ് ഈ ന്യൂക്ലിയർ എനർജിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നാമത്തേൻ്റെ ആൻസർ വരുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. രണ്ടാമത്തേൻ്റെ ആൻസർ വരുന്നത് ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ ഫ്യൂഷനും ന്യൂക്ലിയർ എനർജിയും. പാരഗ്രാഫ് വായിക്കുക, വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 18 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് യൂസിങ് ദ വേർഡ്സ്. നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. 2 ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസും ആയിരിക്കും. അതെന്താണ്? കൺഫ്യൂസിങ്ങും ആയിരിക്കും. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ഡാഷ് സെൽ കനോട്ട് ബി റീചാർജ്. നമുക്ക് ആകെ അറിയാവുന്ന 2 സെല്ലുകളെ കുറിച്ചാണ്. ഏതാണ് ആ 2 സെല്ല്? പ്രൈമറി സെല്ലും സെക്കൻഡറി സെൽസും അല്ലേ. സെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിവൈസ് അല്ലേ. നമുക്കിപ്പം ക്ലോക്ക് ആണെങ്കിലും ആ ക്ലോക്ക് ചലിക്കണം, സമയം അറിയണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാറ്ററി ഇടും. അപ്പോൾ അതാണ് സെല്ലെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ടോർച്ചിനകത്ത് ബാറ്ററി ഇട്ട് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബാറ്ററി ഇടണം. അതായത് ഒരു സോഴ്സ് ഓഫ് വോൾട്ടേജ്, അതിനാണ് നമ്മൾ സെല്ലെന്ന് പറയുന്നത്. ഓക്കെ, ഈ സെല്ലുകൾ ചേർന്നിട്ടാണ് നമ്മൾ ബാറ്ററീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം 2 സെൽസ് ആണുള്ളത്. ഏതൊക്കെയാണ്? പ്രൈമറി സെല്ലും, ഞാൻ താഴെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലെന്ന് പറയുന്ന 2 സെൽസ് ആണുള്ളത്. പ്രൈമറി സെൽ എന്ന് പറഞ്ഞാലാണ് നോൺ റീചാർജബിൾ. നമുക്കത് റീചാർജ് ചെയ്യാൻ പറ്റിയല്ലേ. ഇപ്പോൾ ക്ലോക്കിൻ്റെ അകത്തെയും ബാറ്ററി ക്ലോക്കിൻ്റെ അകത്തെയും പിന്നെ എന്താണ് ടോർച്ചിൻ്റെ അകത്തെയൊക്കെ എന്താണ് നമുക്ക് റീചാർജ് വീണ്ടും അതിനെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുള്ളത് യൂസ് ആൻഡ് ത്രോ ആണ് അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്നതിന് ശേഷം കളയുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി സെൽസ് ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് സെൽസ് ആ കനോട്ട് ബി റീചാർജ്ഡ്. ഈ സെല്ലുകളെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? പ്രൈമറി സെൽസ്. പ്രൈമറി സെൽസിനെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റില്ല. ആരെയാണ് റീചാർജ് ചെയ്യാൻ പറ്റുന്നത്? സെക്കൻഡറി സെൽസിനെയാണ് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മൾ കാറിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററീസ് അല്ലേ, റീചാർജബിൾ ആണ്. അതിൽ ചാർജ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ചാർജ് ചെയ്യും. അപ്പം റീചാർജ് ചെയ്യാൻ പറ്റാത്തതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്രൈമറി സെൽസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് പ്രൈമറി സെൽസ്. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ റെസിസ്റ്റൻസ് ഓഫ് എ തിക്കർ വയർ ഈസ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ആണ്. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? R = റോ എൽ ബൈ R ഈക്വൽ ടു റോ എൽ ബൈ ആർ പ്രൊപ്പോർഷണൽ ടു 1/A. ഇതാണ് നമുക്കറിയാവുന്നത്. ദ റെസിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. തിക്കർ വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ കൂടുമ്പോൾ എന്തായിരിക്കും? റെസിസ്റ്റൻസ് കുറവായിരിക്കും. ദ റെസിസ്റ്റൻസ് ഓഫ് എ തിക്കർ വയർ ഈസ് ലെസ്. അതിൻ്റെ ആൻസർ വരുന്നത് അവിടെ ലെസ് എന്നാണ്. ലെസ് ദാൻ ദ റെസിസ്റ്റൻസ് ഓഫ് എ തിൻ വയർ. കാരണം നമുക്ക് ഈ ഒറ്റ ഒരു ഇക്വേഷനിൽ നിന്നാണ് എന്താ കിട്ടിയത്? ഈ ഒരു ആൻസർ കിട്ടി അല്ലേ. R = റോ എൽ ബൈ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നു. R എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ്. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. തിക്കർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിപ്പം കൂടുതൽ, ഏരിയ കൂടുതലായിരുന്നു അല്ലേ. അപ്പം ഏരിയ കൂടിയപ്പോൾ അവിടെ ഉറപ്പായിട്ടും എന്തായി? റെസിസ്റ്റൻസ് എന്തായി? കുറഞ്ഞു. ദ റെസിസ്റ്റൻസ് ഓഫ് തിക്കർ വയർ ഈസ് ലെസ് ദാൻ ദ റെസിസ്റ്റൻസ് ഓഫ് തിൻ വയർ ഓഫ് സെയിം ലെങ്ത് ആൻഡ് മെയ്ഡ്. അതായത് ലെങ്ത് സെയിം ആണ്, മെറ്റീരിയൽ സെയിം ആണ്. അവിടെ റെസിസ്റ്റൻസിൻ്റെയും ഏരിയയുടെയും റിലേഷൻ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇക്വേഷൻസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് നന്നായി പഠിച്ചു തന്നെ പോവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്നതാണ് ലെസ് എന്നാണ് ആൻസർ വരുന്നത്. കണ്ടോ, ഓപ്ഷൻസ് നോക്കിയാൽ പ്രൈമറി സെക്കൻഡറി കൺഫ്യൂഷനാണ്. അതുപോലെ ലെസ് മോർ കൺഫ്യൂഷൻ അല്ലേ. അപ്പം കറക്റ്റായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, വീണ്ടും ഒരു പാസേജ് തന്നിരിക്കുകയാണ്. ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 സ്മോൾ ഐഡൻറ്റിക്കൽ മെറ്റാലിക് സ്പിയേഴ്സ് A ആൻഡ് B ഈച്ച് ഹാവിങ് ചാർജ് Q. അപ്പോൾ 2 സ്പിയറുകളാണ് എയും ബിയും, പേര് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചാർജ് എത്രയാണ്? 2ഉം Q ആണ്. അതും നമ്മുടെ ഫിഗറിൽ തന്നിട്ടുണ്ട്. അത് ഡിസ്റ്റൻസ് ഒരു സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫിഗറിൽ തന്നിട്ടുണ്ട്. ഇനി നോക്കി, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കൊളംബിയൻ ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് F. അവർ തമ്മിലുള്ള ഇപ്പോൾ വെച്ചിരിക്കുന്നത് എന്താണ്? 2 സ്പിയറുകളാണ്. ഈ സ്പിയറുകൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് R ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുകയാണ്. ഈ സ്പിയറിൻ്റെ 2ൻ്റെയും ചാർജ് എന്ന് പറഞ്ഞാൽ Q ആണ്. ഓക്കെ, ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? F ഫോഴ്സുമാണ് തന്നിരിക്കുന്നത്. അനദർ ചാർജ്ഡ് ഐഡൻറ്റിക്കൽ സ്പിയർ.
ഇനി അടുത്ത് വരുവാണ് ഒരു ചാർജുള്ള ഐഡൻറ്റിക്കൽ സ്ഫിയർ. ചാർജുണ്ട്, ഐഡൻറ്റിക്കൽ സ്ഫിയറാണ്. ഓക്കെ. ഈസ് ഫസ്റ്റ് ബ്രോട്ട് ടു കോൺടാക്ട് വിത്ത് സ്ഫിയർ എ. അത് ഐഡൻറ്റിക്കൽ സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഇവരെ പോലെ തന്നെ ഐഡൻറ്റിക്കലാണ്. അപ്പോൾ അതിൻ്റെ ചാർജ് എന്തായിരിക്കും, ക്യൂ തന്നെ ആയിരിക്കും. അത് ആദ്യം ആരുമായിട്ടാണ് കോൺടാക്ട് ചെയ്തത്, എയുമായിട്ട് കോൺടാക്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ബിയുമായിട്ട് കോൺടാക്ട് ചെയ്തു, എന്നിട്ട് അതിനെ എടുത്ത് മാറ്റി. അപ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഫോഴ്സ് എന്ന് പറഞ്ഞാലും എഫ് തന്നെയാണ്. എഫിന് മാറ്റമൊന്നുമില്ല, ഫോഴ്സിന് മാറ്റമൊന്നുമില്ല, കാരണം അവിടെ ടച്ച് ചെയ്തിട്ട് അത് മാറ്റി അല്ലേ. ഇനി ഇത് പാസേജാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ഇതാണ്. ഫോഴ്സ് എത്രയാണ്, കുളംബ്സ് ലോ ഓഫ് ഫോഴ്സ് നമ്മൾ പഠിച്ചല്ലേ, കൊളംബിയൻ ഫോഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു, എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2/r² എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരുന്നു അല്ലേ. എഫ് ആണ് നമുക്ക് വേണ്ടത്. എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, എഫ് ഇസ് ഈക്വൽ ടു Q1 Q2/r² എന്നാണ്. ഓക്കെ, Q1 എത്രയാണ്, Q1 എന്ന് പറഞ്ഞാൽ Q ആണ്, Q2 എന്ന് പറഞ്ഞാൽ Q ആണ്. അപ്പോൾ Q ഇൻറ്റു Q എന്ന് പറഞ്ഞാൽ എത്രയായി, Q ഇൻറ്റു Q എന്ന് പറഞ്ഞാൽ Q² എന്ന് വന്നു, Q²/r². അപ്പോൾ Q²/r² ഉള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 3 ഓപ്ഷനിലും എന്തുണ്ട്, ഉണ്ടോ, Q²/r² ഉണ്ട്. ഓപ്ഷൻ സി എല്ലാം നമുക്ക് മനസ്സിലായി. ഇനി നോക്കിയേ, നമുക്കറിയാവുന്ന കുളംബ്സ് ലോ ഓഫ് ഫോഴ്സിൻ്റെ എന്താണ്, 1/4πε0 എന്നാണ്. ഓപ്ഷൻ നോക്കി, ഒരെണ്ണത്തിൽ മൈനസ് ഉണ്ട്, അപ്പോൾ ഓപ്ഷൻ ഡി അല്ല. ഒരെണ്ണം 1/, അല്ല, അതുമല്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2/r². ഓപ്ഷൻ എ ആയിരിക്കും ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സ്പിയർ സി ഈസ് ടേക്കൺ അവേ. സിയെ ടച്ച് ചെയ്തിട്ട് മാറ്റി അല്ലേ. ഓക്കെ, സി ടച്ച് ചെയ്തിട്ട് മാറ്റി. അപ്പോൾ ഉണ്ടാകുന്ന ചാർജ് ഓൺ എ ആൻഡ് ബി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഐഡൻറ്റിക്കൽ സ്പിയർ എന്ന് പറയുന്നുണ്ട്. ഐഡൻറ്റിക്കൽ, ഓക്കെ, അനദർ ചാർജ്ഡ് സ്പിയർ ആണ്. ചാർജ്ഡ് ഐഡൻറ്റിക്കൽ സ്പിയർ, അൺചാർജ്ഡ് അല്ല, ചാർജ്ഡ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ചാർജ് ഉണ്ട്, അപ്പോൾ ഐഡൻറ്റിക്കലാണ്. അപ്പോൾ അതിൻ്റെ ചാർജ്, സിയുടെ ചാർജ് എന്തെന്ന് നമുക്ക് പറയാൻ പറ്റും, ക്യൂ എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അവിടെ ഉണ്ടാകുന്ന ചാർജ്, എയിൽ ടച്ച് ചെയ്യുമ്പോൾ ഉള്ള ചാർജിൻ്റെ എടുക്കുക. എയ്ക്ക് ക്യൂ ആണ്, പിന്നെ ആർക്കാണ്, സിക്കും ക്യൂ ആണ്. Q+Q/2 ചെയ്തു. അപ്പോൾ നമുക്ക് 2Q/2 എന്ന് പറഞ്ഞാൽ ക്യൂ കിട്ടി. അപ്പോൾ എയുടെ ചാർജ് എത്രയാണ്, ക്യൂ തന്നെയാണ്. ഈ എ എന്ത് ചെയ്തു, എ അല്ല സി കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യം ഫസ്റ്റ് എയുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ ഉള്ള സിയുടെ ചാർജ് കണ്ടുപിടിക്കണം. അതാണ് ഇപ്പം ഞാൻ കണ്ടുപിടിച്ചത്. സിയുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ ഉള്ള ചാർജ് എന്ന് പറഞ്ഞാൽ സി ഐഡൻറ്റിക്കലാണ്. ആരെ പോലെ, ഇവരെ പോലെ, എയും ബിയെ പോലെ തന്നെ സിയും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ മീനിങ് എന്താണ്, ക്യൂ ചാർജ് തന്നെയാണ്. ചാർജ്ഡ് സ്പിയർ എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. അപ്പം രണ്ട് ചാർജും, അതായത് ഇതാണ് എ എന്ന് പറയുന്ന ചാർജ്, സി എന്ന് പറയുന്ന ചാർജ് വന്ന് ടച്ച് ചെയ്തു. അപ്പോൾ ഇയാൾക്കും ക്യൂ ഉണ്ട്, ഇയാൾക്കും ക്യൂ ഉണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടാണ് ചാർജ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ബിക്കും ചാർജ് ക്യൂ ഉണ്ട്, സി ഇവിടെ വന്നപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ക്യൂ ചാർജ് ഉണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ക്യൂവിനെ എടുത്ത് ക്യൂ അല്ലല്ലോ, സിയെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാലും എന്തുണ്ട്, എയ്ക്കും ബിക്കും സെയിം ചാർജ് തന്നെ ആയിരിക്കും. കാരണം എന്താ, ഇവിടെ ചാർജ്ഡ് സ്പിയർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും എന്തായിരിക്കും, ക്യൂ ആൻഡ് ക്യൂ ആയിരിക്കും. ഇനി ഇവിടെ അൺചാർജ്ഡ് സ്പിയർ എന്നാണ് തന്നിരുന്നെങ്കിൽ ക്വസ്റ്റിൻ്റെ അകത്ത് ഇവിടെ അൺചാർജ്ഡ്, ചാർജ് ഇല്ലാത്തെന്ന് പറഞ്ഞ് തരുവാണ്. അപ്പോൾ 0 ചാർജാണ് അല്ലേ. അപ്പോൾ എയുടെ ചാർജ് ക്യൂ ആണ്. ഞാനിപ്പോൾ അൺചാർജ്ഡിൻ്റെ കേസാണ് കേട്ടോ പറയുന്നത്. അൺചാർജ്ഡ് ആണെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞാൽ എയുടെ കേസ് എത്രയാണ്, ക്യൂ ആണ്. സി എന്ന് പറഞ്ഞാൽ എത്രയാണ്, സി എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ചാർജ് ഞാനൊന്ന് ആവറേജ് എടുക്കുകയാണ്. അപ്പോൾ Q+0/2 എന്ന് പറഞ്ഞാൽ Q/2. അപ്പം എത്രയാണ് കിട്ടുന്നത്, ഒരാൾക്ക് Q/2 ചാർജ് കിട്ടും. എക്ക് Q/2 കിട്ടും, സിക്കും Q/2 കിട്ടും. ഓക്കെ, ഈ Q/2 ചെന്നിട്ട് അടുത്ത ബിയുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ എത്രയാണ് വരുന്നത്, Q/2 പ്ലസ് ക്യൂ വരും. ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എത്ര വരും, ചെയ്ത് കഴിയുമ്പോൾ Q+2 Q/2 എന്ന് വരും അല്ലേ. Q+2Q എന്ന് പറഞ്ഞാൽ 3Q/2. ഇതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 3Q/4 എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മളോട് ചാർജ്ഡ് സ്പിയർ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എയ്ക്കും ബിക്കും എന്തായിരിക്കും, ക്യൂ തന്നെയായിരിക്കും. അൺചാർജ്ഡ്, ചാർജ് ഇല്ലാത്തതാണ് സി എന്ന് പറയുന്ന ആ ഒരു സ്പിയറിനെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ
ഇതായിരിക്കും ആൻസർ വരുന്നത്. ഇത് അൺചാർജ്ഡിൻ്റെ കേസിൽ ആൻസർ വരും. Q എന്ന് പറഞ്ഞാൽ ചാർജ്ഡിൻ്റെ കേസിൽ ആൻസർ വരും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് മെസ്സേജ് ഇടുക കേട്ടോ. ഇത് പാസേജ് തന്നിട്ടാണ്. പാസേജിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്താണ്, ഇത് ചാർജ്ഡ്, ഈ വന്ന് ടച്ച് ചെയ്യുന്ന സ്പിയർ എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ചാർജ് ഉണ്ടോ ഇല്ലയോ, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ. അനദർ ചാർജ്ഡ്, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ അനദർ ചാർജ്ഡ് ഐഡൻറ്റിക്കൽ സ്പിയർ ആണ് എങ്ങോട്ട് വന്നത്, കണ്ടോ, അനദർ ചാർജ്ഡ് ഐഡൻറ്റിക്കൽ സ്പിയർ ആണ് സി എന്ന് പറയുന്നത്. സം കേസസ് അൺചാർജ്ഡ് ഐഡൻറ്റിക്കൽ സ്പിയർ എന്ന് വരാം. അതിൻ്റെ കേസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അൺചാർജ്ഡ് വരുവാണെങ്കിൽ എന്തായിരിക്കും, ഓപ്ഷൻ സി ആയിരിക്കും. ചാർജ്ഡ് വന്നുകൊണ്ടാണ് എന്ത് വന്നത്, ഓപ്ഷൻ ഡി വന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലിയർ ആയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കൊടുത്താൽ മതി കേട്ടോ, റിപ്ലൈ തരാം. ഓക്കെ, ഇനി അടുത്ത ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഓപ്ഷൻസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡാഷ് ഓഫ് വേവ് ഡസ് നോട്ട് ചേഞ്ച് വെൻ ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. എന്തായിരിക്കും, ഫ്രീക്വൻസിയാണ് ആൻസർ. ദ ഫ്രീക്വൻസി ഓഫ് എ വേവ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലോങ്ജിറ്റ്യൂഡിനൽ വേവ്സ് കാനോട്ട് ബി പോളറൈസ്ഡ്. ലോങ്ജിറ്റ്യൂഡിനൽ വേവ്സ് എന്താണ്, പോളറൈസ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇവിടെ തൊട്ട് എന്തായി, 2 മാർക്കായി കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതെല്ലാം 2 മാർക്കിൻ്റെയാണ്. ഇവിടെ നിന്നാണ് 2 മാർക്ക് തുടങ്ങിയത്. 16ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് മാറി അല്ലേ. 15 വരെ 1 മാർക്കായിരുന്നു. 16ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് എന്തായി, 16 17ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയി. പാസേജ് വരുന്നു 2 ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ എന്താണ്, പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ഈ 2 മാർക്കിൻ്റെ അകത്താണ് വരുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് വരുമ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മാച്ച് കോളം 1 കോളം 2 ഉണ്ട്. ഇതിൻ്റെ മാച്ച് ദ ഫോളോയിങ്. ഒന്നാമത്തെ സെക്ഷൻ കോളം 1 ഫസ്റ്റ് പോയിൻ്റാണ് പറയുന്നത്. പ്യുവർ ക്രിസ്റ്റൽ ഓഫ് 4th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഓഫ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലെ 4ാമത്തെ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ആരായിരിക്കും എന്ന് പറഞ്ഞാൽ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്രിസ്റ്റൽ 4th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഡോപ്ഡ് വിത്ത് ഇമ്പ്യൂരിറ്റി. 4th ഗ്രൂപ്പ് പ്ലസ് തേർഡ് ഗ്രൂപ്പ്. തേർഡ് ഗ്രൂപ്പുമായിട്ട്, തേർഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലേ. 3 ഇലക്ട്രോൺസ്. ശരിക്കും നമുക്ക് എത്ര ഇലക്ട്രോൺ വേണം, 4 ഇലക്ട്രോൺ വേണം. അപ്പോൾ അവിടെ ഒരാൾ എന്താണ്, വേക്കൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ എന്തെന്ന് പറയാൻ പറ്റും, പി ടൈപ്പ്. ഓക്കെ, അപ്പം രണ്ടാമത്തേൻ്റെ ആൻസർ വരുന്നത് എത്രയായിരിക്കും, രണ്ടാമത്തേൻ്റെ ആൻസർ 6 ആയിരിക്കും. ഓക്കെ, ഇനി ഒരു പോയിൻ്റ് കൂടെ പറയാം. 4th ഗ്രൂപ്പ് എലമെൻറ്റിലേക്ക് നമുക്ക് 2 ഇമ്പ്യൂരിറ്റീസ് ആണല്ലോ അല്ലേ. 4th ഗ്രൂപ്പിലേക്ക് 5th ഗ്രൂപ്പ് എലമെൻറ്റിനെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന 4 എണ്ണം മതി, ഒരാൾ എക്സ്ട്രാ വന്നു അല്ലേ. അപ്പോൾ എന്തായിരിക്കും എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ആൻസർ എന്ന് എൻ ടൈപ്പ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ, ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എത്രയാണ്, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഒന്നാമത്തേൻ്റെ ആൻസർ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, രണ്ടാമത്തേൻ്റെ ആൻസർ പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഓക്കെ, പി ടൈപ്പും ഇൻട്രിൻസിക്കുമാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. എക്സ്ട്രാ പോയിന്റ് പറഞ്ഞതാണ്. തേർഡ് ഗ്രൂപ്പാണ്, ഇമ്പ്യൂരിറ്റീസ് 2 എണ്ണമാണുള്ളത്. തേർഡ് ഗ്രൂപ്പും ഉണ്ട് 5th ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ തേർഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സിനെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരാൾ വേക്കൻ്റ് ആയിട്ട് കിടക്കും അല്ലേ. 4 പേരെ വേണം, ഒരാൾ വേക്കൻ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ അതെന്തായിരിക്കും, ഉറപ്പായിട്ടും പി ടൈപ്പ്. അവിടെ ഹോൾസ് ആണ് കൂടുതൽ. ഇനി 5ാമത്തെ ഗ്രൂപ്പിനെ എലമെൻറ്റ്സിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഒരാൾ എക്സ്ട്രാ ആണ്. അപ്പോൾ എന്തായിരിക്കും, എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ എക്സ്ട്രാ, ഇലക്ട്രോണിൻ്റെ ചാർജ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് എൻ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത് പിയും 6ഉം ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിൽ പി ടൈപ്പും എൻ ടൈപ്പിൻ്റെയും ജസ്റ്റ് ഒരു കമ്പാരിസൺ ഒരു സ്ലൈഡ് ഇട്ടിരിക്കുന്നതാണ്. പി ടൈപ്പിനെ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയും. എൻ ടൈപ്പിനെ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയും. ഓക്കെ, ഇമ്പ്യൂരിറ്റീസിന് അതുപോലെ തന്നെ
അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി എന്നാണ് ആരെ പറയുന്നത്, പി ടൈപ്പ് എന്ന് പറയുന്നത്. കാരണം 3 പേരാണ് ഉള്ളത് അല്ലേ, ഒരാളെയും കൂടെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതേസമയം എൻ ടൈപ്പിനെ പറയുന്നത് ഡോണർ ഇമ്പ്യൂരിറ്റി എന്ന് പറയും. ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ് ഇത്. എക്സാമിന് പ്രതീക്ഷിക്കാം, ഒന്ന് നോക്കിയിട്ട് പോകും കേട്ടോ ഈ ഒരു കമ്പാരിസൺ. ഇതിങ്ങനെ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുമ്പോൾ ഈസി ആയിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ പി ടൈപ്പ് ഹോൾസ് ആണ് മജോറിറ്റി ക്യാരിയേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് എൻ ടൈപ്പിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് ആയിരിക്കും മജോറിറ്റി ക്യാരിയേഴ്സ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇതും എന്താണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കത് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ. ഈ MCQ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മാച്ച് ദ ഫോളോയിങ് ട്രൂ ഓർ ഫോൾസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ആ ഒരു ആൻസർ കറക്റ്റായിട്ട് അറിയായിരിക്കണം. അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, നല്ല വ്യക്തമായിട്ട് കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി അതെങ്ങനെയാണ് വന്നത്, ഓരോ പോയിൻറ്റ്സും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേവ് ലെങ്ത് ഓഫ് മാറ്റർ വേവ് അസോസിയേറ്റഡ് വിത്ത് 100 ഇലക്ട്രോൺ വോൾട്ട് ഇലക്ട്രോൺ ഈസ് ഓഫ് ദ സെയിം ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ആസ് ദ എക്സ്റേ. അതായത് മാറ്റർ വേവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എക്സ്റേയുടെ മാഗ്നിറ്റ്യൂഡിനോട് സെയിം ആയിരിക്കും. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ട് ട്രൂ എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ വേവ് ലെങ്ത് ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ത്രഷോൾഡ് വേവ് ലെങ്ത് ഫോർ എ മെറ്റൽ ഇഫ് ദ ഫോട്ടോ എമിഷൻ ഈസ് ടു. അതായത് ഫോട്ടോ എമിഷൻ അവിടുന്ന് ഒരു മെറ്റൽ സർഫസിലേക്ക് ഒരു ലൈറ്റ് വേവ് വന്ന് വീഴുമ്പോൾ അവിടുന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യണമെങ്കിൽ ആ വേവ് ലെങ്ത് വരുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ത്രഷോൾഡ് വേവ് ലെങ്ത് ആയിരിക്കണമെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ അത് തെറ്റാണ്, ലെസ് ദാൻ ആയാൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഫോൾസ് ആണ്. ഒന്നാമത്തത് ട്രൂവും രണ്ടാമത്തത് ഫോൾസും ആയിരിക്കും. ഓക്കെ, 23ാമത്തെ ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ദ ലോക്കസ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഓഫ് എ മീഡിയം വൈബ്രേറ്റിംഗ് ഇൻ ദ സെയിം ഫേസ് അറ്റ് എ ഗിവൺ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഈസ്. ഇത് നമ്മൾ വേവ് ഫ്രണ്ട് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ടോപ്പിക് എടുത്തപ്പം ഇത് നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞാണ് എന്താണ് വേവ് ഫ്രണ്ട്. ആ ഒരു ഡെഫിനിഷൻ അതേപടി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ദ ലോക്കസ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഓഫ് എ മീഡിയം വൈബ്രേറ്റിംഗ് ഇൻ ദ സെയിം ഫേസ്. അതേ ഫേസിൽ തന്നെ വൈബ്രേറ്റ് ചെയ്യുകയാണ്. അതിനെ പറയുന്ന പേരാണ് വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ലോക്കസ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ആ ഒരു ടേം ഒന്ന് ഓർത്ത് വെക്കുക. ദ ലോക്കസ് ഓഫ് ഓൾ പോയിൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെടുക്കുക, വേവ് ലെങ്ത് അല്ല വേവ് ഫ്രണ്ട് എന്ന് ഓർക്കുക. ഓക്കെ, വേവ് ഫ്രണ്ട്. അടുത്ത് ദ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ 2 സോഴ്സസ് ഓഫ് വേവ്സ് ടു ബി കൊഹറൻ്റ് ആവണമെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെന്ന് പറഞ്ഞാൽ സെയിം ഫ്രീക്വൻസി ആയിരിക്കണം. ഏതോ ഒരു രണ്ടാമത്തെ കണ്ടീഷൻ ഉണ്ട്, അതാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും, ഫേസ് ഡിഫറൻസ്. അപ്പം കൊഹറൻ്റ് ആവണമെങ്കിൽ 2 കണ്ടീഷൻ, ഒന്ന് ഫ്രീക്വൻസിയും പിന്നെ എന്താണ് ഫേസ് ഡിഫറൻസും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, ഈ 2 പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി പോവുക. കൊഹറൻ്റ് എന്ന് പറഞ്ഞാൽ കൊഹറൻ്റ് എന്ന് കണ്ടോ സെയിം ആയിട്ടാണ്, ഒരേ രീതിയിലാണ് പോകുന്നത്. ഇത് ഇൻകൊഹറൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സാണ്, കാരണം പല ആംഗിളിലാണ് പല ഡയറക്ഷനിലാണ് പോകുന്നത്. ഇതാണെങ്കിൽ എങ്ങനെയായിരിക്കും, സെയിം യൂണിഫോം ആയിട്ടായിരിക്കും പോകുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊഹറൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രീക്വൻസിയും പിന്നെ എന്താണ് ഫേസ് ഡിഫറൻസും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത 24ാമത്തെ മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്, പക്ഷേ ഇതെന്താണ് ഒരു ഗ്രാഫിക്കൽ ഇതിലാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക. കോളം 1 വേരിയേഷൻ ഓഫ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വിത്ത് ഫ്രീക്വൻസിയും വേരിയേഷൻ ഓഫ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് വിത്ത് ഫ്രീക്വൻസി. അപ്പം നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇക്വേഷൻ അറിയാതിരിക്കണം. എന്താണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ ഗ്രാഫ് അറിയാതിരിക്കണം അല്ലേ. ഇനി ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, XL = 2πfL. ഓക്കെ, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC = 1/2πfC. ഓക്കെ, സി ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്.
ഞാൻ ഗ്രാഫിക്കൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് എൽ ഇസ് ഈക്വൽ ടു 2πfl എന്ന് വെച്ചാൽ എന്താണ്? എക്സ് എൽ പ്രൊപ്പോർഷണൽ ടു എഫ്, അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഫ്രീക്വൻസി കൂടെ എക്സ് എൽ കൂടും എന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കും. കണ്ടോ, റെഡിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും അതിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. കാരണം എന്താണ്? ഫ്രീക്വൻസിയാണ് എക്സ് ആക്സിസിൽ, വൈ ആക്സിസിൽ അതിൻ്റെ റിയാക്റ്റൻസ് ആണ്. ഫ്രീക്വൻസി കൂടിയ റിയാക്റ്റൻസ് കൂടും, കാരണം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് ഗ്രാഫ് എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഫ്രം സെൻറ്റർ. അപ്പം ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ ആൻസർ ഇതാണ്, എക്സ് എല്ലിൻ്റെ ആൻസർ വരുന്നത്. കണ്ടോ, ഗ്രാഫ് നോക്കി 3 ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഈ 3 ഗ്രാഫിൻ്റെ അകത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഗ്രാഫ് അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിയാതിരിക്കണം അല്ലേ? എക്സ് എൽ ഈക്വൽ ടു 2πfl. ഓക്കെ, അപ്പോൾ ഇത് ഡിനോമിനേറ്ററിലാണോ ന്യൂമറേറ്ററിലാണോ എന്ന് കൺഫ്യൂഷൻ വരാൻ പാടില്ല. സോളിനോയിഡ് അല്ലേ, ഇൻഡക്റ്റൻസിൻ്റെ കേസാണ് പറയുന്നതെങ്കിൽ എക്സ് എൽ എങ്ങനെയായിരിക്കും? പ്രൊപ്പോർഷണൽ ടു, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആയിരിക്കണം കേട്ടോ. എക്സ് എൽ പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആയിരിക്കും. ഇനി അടുത്ത കപ്പാസിറ്റി റിയാക്റ്റൻസിൻ്റെ കേസാണ്. കപ്പാസിറ്റി റിയാക്റ്റൻസ് വരുമ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? എക്സ് സി പ്രൊപ്പോർഷണൽ ടു 1 ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീക്വൻസി കൂടുമ്പം എക്സ് സി കുറയും അല്ലേ, ഒരാൾ കൂടുമ്പം ഒരാൾ കുറയും. അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്? ഓപ്ഷനല്ല, റൈറ്റ് സൈഡിൽ ക്യൂ ആയിരിക്കും അതിൻ്റെ ആൻസറായിട്ട് വരിക. ഓക്കെ, ഈ ഒരു ഗ്രാഫിൽ ക്ലിയർ ആണ് ഗ്രാഫ്. ഓക്കെ, ഫ്രീക്വൻസി എക്സ് ആക്സിസിലും വൈ ആക്സിസിലും റിയാക്റ്റൻസും ആണ്. എക്സ് എൽ ഈക്വൽ ടു 2πfലും ഈ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക കേട്ടോ. എക്സ് എൽ ഈക്വൽ ടു 2πfl ആറുടെ കേസിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 1/2πfc. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത 25ാമത്തെ മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. കോളം 1ൻ്റെ അത് വെലോസിറ്റി ഓഫ് എ ബോഡി ഈസ് ഡബിൾഡ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് അറിയായിരിക്കണം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? വെലോസിറ്റി എന്ത് ചെയ്തു? വെലോസിറ്റി ഡബിൾ ചെയ്തു. അപ്പോൾ എന്താണ്? വെലോസിറ്റി ഡബിൾ ചെയ്യുമ്പോഴത്തേക്ക് 4v² എന്നായി അല്ലേ? ഇവിടെ കൊടുത്തിട്ടുണ്ട്, താഴെ ചെയ്തിട്ടുണ്ട്. അപ്പം ഹാഫ് എം വി സ്ക്വയറിൻ്റെ എം ഇൻറ്റു v² എന്നുള്ളത് 2v² ആയി മാറി. അപ്പോൾ 4 ആയി. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ എന്ന്? 4 ടൈംസ് വരും. അപ്പം ഒന്നാമത്തേൻ്റെ ആൻസർ എന്താണ്? ക്യൂ ആണ് വരുന്നത്, 4 ടൈംസ്. ഇനി രണ്ടാമത്തെ നോക്കിയേ. രണ്ടാമത്തത് നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി പി ഈസ് ഈക്വൽ ടു mgh. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൈറ്റ് ഓഫ് ദ ബോഡി ഫ്രം ദ ഗ്രൗണ്ട് ഈസ് ഡബിൾഡ്. ഹൈറ്റ് എന്ത് ചെയ്തു? ഈ ഹൈറ്റ് ഡബിൾ ചെയ്തു. അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഉറപ്പായിട്ടും ഹൈറ്റ് ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ഡബിൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ ആൻസർ 2 ടൈംസ് ആണ്. അപ്പോൾ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേൻ്റെ ആൻസർ ക്യൂവും രണ്ടാമത്തേൻ്റെ ആൻസർ എന്തായിരിക്കും? 6ഉം ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തതും ട്രൂ ഓർ ഫോൾസ് ആണ്. 4 ക്വസ്റ്റ്യൻസ് ആണ് ട്രൂ ഓർ ഫോൾസ് ആയിട്ട് വരുന്നത്. റൈറ്റ് ട്രൂ ഫോർ കറക്റ്റ് ആൻഡ് ഫോൾസ് ഫോർ ഇൻകറക്റ്റ്. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എ ഗ്യാസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ. പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ്. അത് കറക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ട്രൂ ആണ്. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എ ഗ്യാസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ. അടുത്തത് ഫ്രീക്വൻസി ഓഫ് ദ ഫണ്ടമെൻ്റൽ നോട്ട് ഇൻ എ ക്ലോസ്ഡ് പൈപ്പ് ഈസ് ഈക്വൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ദ ഫണ്ടമെൻ്റൽ നോട്ട് പ്രൊഡ്യൂസ് ഇൻ ദ ഓപ്പൺ. അതായത് ക്ലോസ്ഡ് പൈപ്പിലും ഓപ്പൺ പൈപ്പിലുള്ള ഒരു ഫണ്ടമെൻ്റൽ നോട്ട്, ഫ്രീക്വൻസി ഓഫ് ഫണ്ടമെൻ്റൽ നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അത് തെറ്റാണ്. ഫ്രീക്വൻസി ഓഫ് ഫണ്ടമെൻ്റൽ നോട്ട് ക്ലോസ്ഡ് പൈപ്പ് എങ്ങനെയായിരിക്കും? 2 മടങ്ങായിരിക്കും ഓപ്പൺ പൈപ്പിനേക്കാളും. അതിൻ്റെ ഒരു ഡെറിവേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒന്ന് നോക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് ഓഫ് പൈപ്പ് എല്ലായിട്ട് എടുത്തു. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ക്ലോസ്ഡ് പൈപ്പിനെ VC എന്ന് എടുത്തു. ഓക്കെ, അപ്പം ഓപ്പൺ പൈപ്പാണ് കണ്ടുപിടിക്കുന്നത്. ജസ്റ്റ് അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 2v എന്ന് കിട്ടും. അതായത് 2 ടൈംസ് ആണ്. ഇവിടെ ഈക്വൽ എന്നൊരു ടേമാണ് വന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്തായിട്ട് വന്നത്? ഫോൾസ് ആയിട്ട് വന്നത്. ഓക്കെ, 2 ടൈംസ് വന്നിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? അത് ട്രൂ ആയി മാറിയേനെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 27ാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതും നമുക്ക് എന്തായിരിക്കണം? അറിഞ്ഞിരിക്കണം. കുറേ ഗേറ്റുകളുണ്ട് അല്ലേ? നോട്ട് ഗേറ്റ്, ആൻഡ്, നോറ്, ആൻഡ്, ഓറ്, നാൻഡ്, നോറ് അല്ലേ? അങ്ങനെ ഒരു 5 ഗേറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഈ 5 ഗേറ്റ്സ് എന്തായിരിക്കണം? ഗേറ്റിൻ്റെ സിമ്പൽ പഠിച്ചിരിക്കണം, ബൂളിയൻ എക്സ്പ്രഷൻ പഠിച്ചിരിക്കണം. ഓക്കെ,
ഒന്നാമത്തെ സിമ്പിൾ, നാൻഡ് ഗേറ്റിൻ്റെ സിമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. നാൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഒന്ന് പറഞ്ഞുതരാം. ഇതാണ് ആൻഡ് ഗേറ്റ്. എയും ബിയും ഇൻപുട്ടാണ്, ഇത് ഔട്ട്പുട്ട്. ഈ ആൻഡ് ഗേറ്റിൻ്റെ ഇവിടെ ഒരു ബബിൾ ഇട്ട് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തായിട്ട് മാറും? നാൻഡ് ഗേറ്റ് ആയിട്ട് മാറി. ഓക്കെ, നോട്ട് ഇടുക എന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ഗേറ്റിൻ്റെ ഇനി വേറൊരു സിമ്പിളൂടെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഗേറ്റിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു നോട്ട് ഗേറ്റ് കൊടുത്തു കഴിഞ്ഞാലും എന്തായിട്ടാണ് മീൻ ചെയ്യുന്നത്? ഇതിനെ നാൻഡ് ഗേറ്റ് ആയിട്ട് പറയും. ഓക്കെ, ഗേറ്റ്സിൻ്റെ സിമ്പിള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മാറിപ്പോരുത് കേട്ടോ. ഇനി ഒരു ഹിൻ്റ് കൂടെ പറയാം. ആൻഡ്, AND അല്ലേ? ഈ ഡി ഇരിക്കുന്നത് കണ്ടോ? ഡി പോലെ തന്നെയാണ് ഇതിൻ്റെ സിമ്പിൾ. ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ ഡി പോലെ തന്നെയാണ്. ഫ്രണ്ടിലൊരു എൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വട്ടം ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6 നമ്മൾ വരയ്ക്കുന്ന പോലെ അല്ലേ? 6നെ വരയ്ക്കുന്ന പോലെ ഓർത്താൽ മതി. ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ, ഇതാണ് 6 അല്ലേ? ഏകദേശം നമ്മളിങ്ങനെ വരച്ചിട്ട് ഇങ്ങനെയല്ലേ 6 പോലെ വരയ്ക്കുന്നത്, അതുപോലെ തന്നെ ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ്? ഇതാണ് ഓർ ഗേറ്റ് വരുന്നത്. ഈ ഓർ ഗേറ്റിന് ഇവിടെ ഒരു വട്ടം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? എന്തായിട്ടാണ് മാറുന്നത്? നോർ ഗേറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നാൻഡ് ഗേറ്റിൻ്റെ സിമ്പിളാണ് ചോദിച്ചു കഴിഞ്ഞാൽ നാൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ വരുമ്പോൾ ഏതായിരിക്കും വരുന്നത്? ഇതാണ് നാൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ വരുന്നത്. ഇനി അടുത്ത നോർ ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ. ഓർ ഗേറ്റ് ആണെങ്കിൽ, ഓർ ഗേറ്റ് ആണ് A+B ആയിരിക്കും ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഓർ ഗേറ്റ് ആണ്. ഇനി നോർ ഗേറ്റ് ആവുകയാണ് ഈ A+Bയുടെ മുകളിൽ എന്തിട്ട് കൊടുക്കുക? ഒരു വര ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്? നോർ ഗേറ്റ്. ഈ ഒരു സെക്ഷൻ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗേറ്റ്സിൻ്റെ ടോപ്പിക്സ് മിസ്സാക്കല്ല, അത് പഠിക്കുക. എല്ലാത്തിൻ്റെ സിമ്പിളും എക്സ്പ്രഷൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കിയിട്ട് തന്നെ പോകണം. അതിൻ്റെ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടല്ല, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ യൂണിവേഴ്സൽ ഗേറ്റ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. യൂണിവേഴ്സൽ ഗേറ്റ് ഏതാണ്? നാൻഡ് ഗേറ്റും നോർ ഗേറ്റും ഒക്കെയാണ്. കാരണം ഈ ഗേറ്റ്സ് വെച്ചിട്ട് നമുക്ക് ബാക്കി എല്ലാ ഗേറ്റ്സിനെയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 28ാമത്താണ്. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഓഫ് ഓൾ ദ കോൺഫിഗറേഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ ഡാഷ് കോൺഫിഗറേഷൻ ഹാസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് പവർ ഗെയിൻ. അതായത് പവർ ഗെയിൻ ഏറ്റവും കൂടുതലുള്ള ഏത് കോൺഫിഗറേഷൻ? നമ്മൾ ഒരു 3 കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ. ഇങ്ങനെ ഒരു 3 കോൺഫിഗറേഷൻ പഠിച്ചു. ഇതിൻ്റെ അകത്ത് പവർ ഗെയിൻ ഏറ്റവും കൂടുതലുള്ള ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്? കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എമംഗസ്റ്റ് ബേസ്, എമിറ്റർ, കളക്ടർ. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ അകത്ത് 3 റീജിയൻസ് ആണുള്ളത്. എമിറ്റർ, ബേസ്, കളക്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഡോപ്പ് ചെയ്യുന്ന ആരാണെന്നാണ് ചോദിച്ചത്. ഏറ്റവും കൂടുതൽ ഹെവിലി ഡോപ്പ് ചെയ്യുന്ന ആരാണ്? ഹെവിലി ഡോപ്പ് ചെയ്യുന്ന എമിറ്റർ റീജിയൻ ആണ്. എമിറ്റർ റീജിയൻ ആണ് ഹെവിലി ഡോപ്പ് ചെയ്യുന്നത്. ലൈറ്റ്ലി ഡോപ്പ് ചെയ്യുന്ന ആരാണ്? ബേസ്. ഓക്കെ, ആ ഒരു ഫിഗറിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ 3 റീജിയനായിട്ടാണ് എമിറ്റർ, ബേസ്, കളക്ടർ. ഇതാണ് എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ. കളക്ടറിൻ്റെ അതായത് ആ ഒരു പോർഷൻ വലിപ്പം കൂടുതൽ ആർക്കായിരിക്കും? കളക്ടർ. കാരണം എല്ലാത്തിനെയും കളക്ട് ചെയ്യേണ്ടത്. എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആയിരിക്കും, ബേസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. ഓക്കെ, ഇത് എക്സ്ട്രാ പോയിൻറ്റ്സ് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു ഒരു ടോപ്പിക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ 28 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് മെസ്സേജ് ഇടുക. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ടിൻ്റെ അകത്ത് നമ്മൾ വെരി ഷോർട്ട് ആൻസറും ഒക്കെ ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ പാർട്ട് 2 വരുന്നത്. പാർട്ട് 1 എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ എക്സാമിനൊക്കെ പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ റിവിഷൻ എല്ലാം നന്നായിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.